എല്ലാവർക്കും LGS ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന സെക്ഷനിൽ വരുന്ന പൗരത്വം, മൗലിക അവകാശങ്ങൾ. ഈ രണ്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്ത ചോദ്യങ്ങളാണ് ഇന്നത്തെ റിവിഷൻ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളും ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ റിവിഷൻ ടെസ്റ്റ് പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ റിവിഷൻ ടെസ്റ്റുകളും ഒരൊറ്റ പ്ലേലിസ്റ്റിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അറ്റൻഡ് ചെയ്യാത്ത റിവിഷൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. പൗരത്വം, മൗലിക അവകാശങ്ങൾ. ആദ്യ ചോദ്യം, ഭരണഘടനാ ആർട്ടിക്കിൾ 25(1) ബന്ധപ്പെട്ടത്. ഓപ്ഷൻ എ ആണ് ഉത്തരം, മതസ്വാതന്ത്ര്യം. ഭരണഘടനാ ആർട്ടിക്കിൾ 25(1) ബന്ധപ്പെട്ടത് മതസ്വാതന്ത്ര്യം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അയിത്ത നിർമാർജനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അയിത്ത നിർമാർജനം. അടുത്ത ചോദ്യം, പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, 28(1). പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 28(1). അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1, 3, 4 ശരിയാണ്. എന്തൊക്കെയാണ് വരുന്നത്? മൗലിക അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശരിയാണ്. ന്യായവാദാർഹമായത്, സ്വത്തവകാശത്തെ ഒഴിവാക്കി. 1, 3, 4 ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടത്, അത് തെറ്റാണ്. അതെന്താണെന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം, മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 2ഉം 3ഉം. അതായത് ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശരിയാണ്. കോടതി നടപടികളിലൂടെ നേടിയെടുക്കാൻ കഴിയും, അതും ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. ബാക്കിയുള്ള സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം ഇവയെല്ലാം ഉൾപ്പെടുന്നവയാണ്. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 16-ാം വകുപ്പ്. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 16-ാം വകുപ്പ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായവ കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 2ഉം 4ഉം ശരിയാണ്. അതായത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. ശരിയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലികാവകാശമാണ്, അതും ശരിയാണ്. 1ഉം 3ഉം പ്രസ്താവന തെറ്റാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണത്. അടുത്തതിലേക്ക് വരാം. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏത്? റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം. ഓപ്ഷൻ സി ആണ് ഉത്തരം, അനുച്ഛേദം 32. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ
ഉൾപ്പെടാത്തതേത്? ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഉൾപ്പെടാത്തതേതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1 മാത്രം. അതായത് മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. അത് സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നതല്ല. ബാക്കിയെല്ലാം സമത്വത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളാണ്. നോക്കാം. ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. നമ്മുടെ ചോദ്യം ഉൾപ്പെടാത്തത് ഏത് എന്നാണ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി, 1 മാത്രം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഏതാണ് ശരിയായ പ്രസ്താവന? ഇതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ മാത്രമാണ്. അതായത് അനുച്ഛേദം 20 പറയുന്നത് ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല. അത് മാത്രമാണ് ശരിയായത്. ബാക്കിയെല്ലാം തെറ്റാണ്. അത് നമുക്ക് വഴിയെ ഓരോന്നും പറയാം. അടുത്ത ചോദ്യം, നിയമവാഴ്ച എന്നാൽ? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എല്ലാവരും നിയമത്തിനു മുന്നിൽ തുല്യരാണ്. നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാവരും നിയമത്തിനു മുന്നിൽ തുല്യരാണ്. അടുത്ത ചോദ്യം, സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലിക അവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 25 മുതൽ 28 വരെ. ഓപ്ഷൻ എ ആണ് ഉത്തരം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ്. അനുച്ഛേദം 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 5 മുതൽ 11 വരെ. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വം വിശദീകരിക്കുന്നത്. അടുത്ത ചോദ്യം, എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. ഈ അവകാശം എന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അടുത്ത ചോദ്യം, 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അനുച്ഛേദം 21A. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം 21A. അടുത്ത ചോദ്യം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത്? മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 3ഉം 4ഉം. അതായത് സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം, സ്വത്തിനുള്ള അവകാശം. ഇവ രണ്ടും മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. ബാക്കിയുള്ള ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇവ രണ്ടും മൗലികാവകാശങ്ങളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 19ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്?
ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം. ബാക്കിയെല്ലാം 19ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. അതായത് ഇഷ്ടമുള്ള തൊഴിൽ നേടുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. അടുത്ത ചോദ്യം, നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹേബിയസ് കോർപ്പസ്. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ഡി ആണ് സ്വത്തവകാശം. ബാക്കിയുള്ള മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാ പരിഹാരങ്ങൾക്കായുള്ള അവകാശം, ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം, ഇവയെല്ലാം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഉൾപ്പെടാത്തത് സ്വത്തവകാശം. ഏതു കോടതിക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കുമാണ്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങൾ എന്നാൽ? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2 മാത്രം തെറ്റാണ്. അതായത് മൗലിക അവകാശങ്ങൾ എന്നാൽ സമ്പൂർണമായവ, അത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. ഇവിടെ ഓപ്ഷൻസിൽ നമുക്ക് എടുക്കാവുന്നത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം തെറ്റാണ്. നോക്കാം. മൗലിക അവകാശങ്ങൾ എന്നാൽ ന്യായീകരിക്കാവുന്നവ, ശരിയാണ്. മൗലിക അവകാശങ്ങൾ നെഗറ്റീവോ പോസിറ്റീവോ ആകാം, ശരിയാണ്. മൗലിക അവകാശങ്ങൾ ഭേദഗതി വരുത്താവുന്നവ, അതും ശരിയാണ്. അടുത്ത ചോദ്യം, ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം. ഓപ്ഷൻ എ ആണ് ഉത്തരം, മൗലിക അവകാശമാണ്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം മൗലിക അവകാശം. അടുത്ത ചോദ്യം, ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ആർട്ടിക്കിൾ 358. ഒന്നുകൂടി പറയാം, അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ 358. പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത്. ഓപ്ഷൻ എ ആണ് ഉത്തരം, പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം. പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 86ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഏതൊക്കെയാണ് ശരിയായത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1ഉം 3ഉം ശരിയാണ്. നോക്കാം. ഭരണഘടനയിൽ പുതുതായി 21A വകുപ്പ് കൂട്ടിച്ചേർത്തു, ശരിയാണ്. ഭരണഘടനയുടെ 45ാം വകുപ്പിൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ കടമയാണെന്ന് വ്യവസ്ഥ ചെയ്തു, അതും ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 2004 പാർലമെന്റ് പാസാക്കി, അത് തെറ്റാണ്. പാസാക്കുന്നത് 2009. അടുത്ത ചോദ്യം, ഏത് മൗലിക അവകാശമാണ് സാമൂഹികമായ വേർതിരിവുകൾ ഇല്ലാതാക്കൽ ലക്ഷ്യമാക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സമത്വത്തിനുള്ള അവകാശമാണ്. സാമൂഹികമായ വേർതിരിവുകൾ ഇല്ലാതാക്കൽ ലക്ഷ്യമാക്കുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. അടുത്ത ചോദ്യം, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്?
ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 19. 6. മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 19. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. അടൽ ബിഹാരി വാജ്പേയി. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റുമ്പോൾ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളിൽ വെച്ച് ഏറ്റവും മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 21. മൗലിക അവകാശങ്ങളിൽ വെച്ച് ഏറ്റവും മൗലികമായത് അനുച്ഛേദം 21. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയാണ് ആമുഖം ഉൾപ്പെടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുന്നതിന് പാർലമെന്റിന് അധികാരം ലഭിച്ചത്? ആമുഖം ഉൾപ്പെടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുന്നതിന് പാർലമെന്റിന് അധികാരം ലഭിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഭരണഘടനാ ഭേദഗതി 24ലൂടെയാണ്. അടുത്ത ചോദ്യം, റിട്ടുകളെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് മാത്രമാണ്. അത് തെറ്റാണ്. നമ്മൾ പറഞ്ഞു റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുണ്ട്. ബാക്കിയെല്ലാം ശരിയാണ്. ആകെ 5 തരം റിട്ടുകളാണുള്ളത്. അനുച്ഛേദം 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിന് അധികാരമുള്ളത് ആർക്കാണ്? അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിന് അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ എ ആണ് ഉത്തരം. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3ലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 1978 44ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. അതും ശരിയാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. അതും ശരിയാണ്. 3ഉം ശരിയാണ്. അടുത്ത ചോദ്യം, 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നത് ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം, വിദേശാക്രമണം, യുദ്ധം എന്നീ അവസരങ്ങളിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ 19ാം വകുപ്പിൽ പ്രതിപാദിച്ചിരിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും സസ്പെൻഡ് ചെയ്യപ്പെടും എന്ന് പറയുന്ന അനുച്ഛേദം ഏത്? ഓൾറെഡി പറഞ്ഞതാണ്. അനുച്ഛേദം 358. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശമാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നത് ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നതാണ്? ഓപ്ഷൻ സി ആണ്. 32ാം അനുച്ഛേദം. അടുത്ത ചോദ്യം, മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 27 പ്രകാരമാണ്. മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് അനുച്ഛേദം 27 പ്രകാരമാണ്. അടുത്ത ചോദ്യം, അനുച്ഛേദം 359 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ റദ്ദ് ചെയ്യാൻ അധികാരമില്ലാത്ത മൗലികാവകാശങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അനുച്ഛേദം 20, 21. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ റദ്ദ് ചെയ്യാൻ അധികാരമില്ലാത്ത മൗലികാവകാശങ്ങളാണ് അനുച്ഛേദം 20, 21. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം
ഓൾറെഡി പറഞ്ഞ ഉത്തരമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 5. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 25 ഹിന്ദു എന്ന പേരിൽ പരാമർശിക്കുന്ന മതവിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. പാഴ്സികളാണ്. അനുച്ഛേദം 25 ഹിന്ദു എന്ന പേരിൽ പരാമർശിക്കുന്ന മതവിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് പാഴ്സികൾ. ഉൾപ്പെടുന്നവരാണ് സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനർ. ഉൾപ്പെടാത്തത് പാഴ്സികൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രത്യേക പരാമർശമുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയെല്ലാം, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഭാഗങ്ങളെക്കുറിച്ചും ഭരണഘടനയിൽ പ്രത്യേക പരാമർശമുണ്ട്. പട്ടിക വിഭാഗക്കാർ, പട്ടികവർഗക്കാർ, ആംഗ്ലോ ഇന്ത്യൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആർട്ടിക്കിൾ 19(1)(d). ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 19(1)(d). അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. ബാക്കിയെല്ലാം മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. അതായത് സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യ രാജ്യത്തുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ ഏതു ഭാഗത്തും താമസിക്കാനും നിലകൊള്ളാനുമുള്ള സ്വാതന്ത്ര്യം. ഇവയെല്ലാം മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഉൾപ്പെടാത്തതാണ് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. അടുത്ത ചോദ്യം, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അനുച്ഛേദം 29. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 29. അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം. ബിൽ ഓഫ് റൈറ്റ്സ്. അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഏതാണ് തെറ്റായ ജോഡി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അനുച്ഛേദം 32 ന്യൂനപക്ഷ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെറ്റാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു അനുച്ഛേദം 32 എന്താണെന്ന്. ബാക്കിയെല്ലാം ശരിയാണ്. അനുച്ഛേദം 23 മനുഷ്യക്കടത്ത് തടയുന്നു. അനുച്ഛേദം 24 ബാലവേല നിരോധിക്കുന്നു. അനുച്ഛേദം 25 മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ബാക്കിയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി തെറ്റാണ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മൗലിക അവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. അത് തെറ്റാണ്. മൗലിക അവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. ബാക്കിയെല്ലാം ശരിയാണ്. മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം 7 ആയിരുന്നു. അടുത്ത ചോദ്യം, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നതിനും വ്യവസായത്തിനും കച്ചവടത്തിനും ഏർപ്പെടുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 19(1)(g). ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നതിനും വ്യവസായത്തിനും കച്ചവടത്തിനും ഏർപ്പെടുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 19(1)(g). അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഒരു പൗരന് സമീപിക്കാവുന്നത്? ആരെയാണ് സമീപിക്കാവുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും. അടുത്ത ചോദ്യം, ഒരു ഇന്ത്യൻ പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ഏത്? ഒരു ഇന്ത്യൻ പൗരന്
സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അനുച്ഛേദം 21. അടുത്ത ചോദ്യം, ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏത്? മുൻവർഷ ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഗുരുപാദസ്വാമി കമ്മിറ്റി. ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഗുരുപാദസ്വാമി കമ്മിറ്റി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മൗലിക അവകാശമേത്? താഴെ തന്നിരിക്കുന്നതിൽ മൗലിക അവകാശം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ബാക്കിയുള്ള സ്വത്തവകാശം എന്ന് പറയുന്നത് നിയമപരമായ അവകാശമാണ്. അതുപോലെ തന്നെ വോട്ടവകാശവും നിയമപരമായ അവകാശമാണ്. ഇതിൽ മൗലിക അവകാശം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. അടുത്ത ചോദ്യം, ഭരണഘടനയിൽ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ പ്രതിപാദിക്കുന്ന വിഷയമേത്? 12 മുതൽ 35 വരെ. ഓപ്ഷൻ എ ആണ് ഉത്തരം, മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. അർഹതയില്ലാതെ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട് ഏത്? അർഹതയില്ലാതെ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇതൊന്നുമല്ല. ഏതാണെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യുക. ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടാനിടയുള്ളത് എത്ര രീതിയിലാണ്? പൗരത്വം നഷ്ടപ്പെടാനിടയുള്ളത് എത്ര രീതിയിൽ? ഓപ്ഷൻ എ ആണ് ഉത്തരം, 3 രീതിയിലാണ്. അടുത്ത ചോദ്യം, സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അനുച്ഛേദം 300A. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 86ാമത്തെ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ചേർത്ത അനുച്ഛേദം? ഓൾറെഡി പറഞ്ഞ ഉത്തരമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അനുച്ഛേദം 21A. സംസാരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചില അവകാശങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? ഓൾറെഡി പറഞ്ഞതാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അനുച്ഛേദം 19. അടുത്ത ചോദ്യം, ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1986 ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് 1986. ചുവടെ പറയുന്ന മൗലിക അവകാശങ്ങൾ അവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന ആർട്ടിക്കിളുകൾ. ഇവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, അനുച്ഛേദം 19C. സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം 19C. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, മൗലിക അവകാശങ്ങളെക്കുറിച്ച്. ഭരണഘടനയുടെ ഏതെല്ലാം അനുച്ഛേദങ്ങളാണ് തുല്യതയ്ക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, 14 മുതൽ 18. അതായത് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 14 മുതൽ 18 വരെയാണ്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഭാഗമെന്ന് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 3-ാം ഭാഗത്തെ വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഭാഗമെന്ന മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന
മൂന്നാം ഭാഗത്തെ വിശേഷിപ്പിച്ചതാര്? ഡോക്ടർ BR അംബേദ്കർ. നല്ലൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം, ഒരു അധികാരി തന്റെ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ അത് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. മാൻഡമസ്. ഒരു അധികാരി തന്റെ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ അത് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം എന്ന ആശയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അനുച്ഛേദം 16. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം എന്ന ആശയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 16. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പേത്? മൗലിക അവകാശങ്ങളുടെ അടിത്തറ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 21. അടുത്ത ചോദ്യം, പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമനുസരിച്ചാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 21-ാം അനുച്ഛേദമനുസരിച്ചാണ്. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദപ്രകാരമാണ്. മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന വകുപ്പേത്? മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന വകുപ്പ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആർട്ടിക്കിൾ 19. മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് ആർട്ടിക്കിൾ 19. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഭരണഘടനയുടെ ആണിക്കല്ല്. ഓപ്ഷൻ സി ആണ് ഉത്തരം. മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. അനുച്ഛേദം 20. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 20. ചുവടെ പറയുന്നവയിൽ ഏത് മൗലികാവകാശമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓൾറെഡി പറഞ്ഞ ഉത്തരമാണ്. ഓപ്ഷൻ സി ആണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ 86-ാം ഭേദഗതി എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്? 86-ാം ഭേദഗതി എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്? ഓപ്ഷൻ സി ആണ്. 93-ാം ഭേദഗതി ബില്ലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്? ഓൾറെഡി പറഞ്ഞ ഉത്തരമാണ്. ഓപ്ഷൻ സി ആണ്. 44. അടുത്ത ചോദ്യം, മതം, വംശം, ജാതി, ലിംഗപദവി, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 15. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ഏത്? നമ്മൾ ഓൾറെഡി ഒരു ചോദ്യം പറഞ്ഞിരുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. കോവാറന്റോ. ഉത്തരം പറഞ്ഞില്ലായിരുന്നു അതിൽ. അടുത്തത്, പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏത്? പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 19(1)(a). അടുത്ത ചോദ്യം, ടൈറ്റിലുകൾ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. അനുച്ഛേദം 18. ടൈറ്റിലുകൾ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 18. ആമുഖത്തിലല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ സെക്കുലർ എന്ന വാക്ക് ഏത് അനുച്ഛേദത്തിലാണുള്ളത്? നല്ലൊരു ചോദ്യമാണ്.
ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 25. ആമുഖത്തിലല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ സെക്കുലർ എന്ന വാക്ക് ഉള്ളത് അനുച്ഛേദം 25-ലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? ഓപ്ഷൻ സി ആണ്. 6 മൗലിക അവകാശങ്ങളാണുള്ളത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. അടുത്തത്, നിയമത്തിനു മുന്നിൽ തുല്യത എന്ന ആശയവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അനുച്ഛേദം 14. നിയമത്തിനു മുന്നിൽ തുല്യത, അനുച്ഛേദം 14. അടുത്തത്, എല്ലാ മൗലിക അവകാശങ്ങളെയോ ഏതെങ്കിലും മൗലിക അവകാശങ്ങളെയോ റദ്ദാക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഓപ്ഷൻ സി ആണ്. അനുച്ഛേദം 359. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം. സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്. മൗലിക അവകാശങ്ങളാണ്. അടുത്ത ചോദ്യം, ചില മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ആണ്. അടിയന്തരാവസ്ഥ കാലത്താണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അപകടകരമായ തൊഴിലുകൾ ഏർപ്പെടുന്നത് നിരോധിച്ചിരിക്കുന്നത് ഏതു പ്രകാരമാണ്? ഓപ്ഷൻ എ ആണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അപകടകരമായ തൊഴിലുകളിൽ ഏർപ്പെടുന്നത് നിരോധിച്ചിരിക്കുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം പ്രകാരമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് സർക്കാർ ഉദ്യോഗങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 16 പ്രകാരമാണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത്? ഓപ്ഷൻ എ ആണ്. കറാച്ചി സമ്മേളനം, വർഷം 1931. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനം 1931. രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അനുച്ഛേദം 19(1)(e). രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം 19(1)(e)യിലാണ്. അടുത്ത ചോദ്യം, കോടതികൾ പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട റിട്ടുകളും അവയുടെ അർത്ഥവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായത് ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. മാൻഡമസ്, നാം കൽപ്പിക്കുന്നു. കോവാറന്റോ, എന്തധികാരം. ഹേബിയസ് കോർപ്പസ്, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. 3ഉം ശരിയാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത്? ഓൾറെഡി പറഞ്ഞു നമ്മൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. സർദാർ വല്ലഭായ് പട്ടേലാണ്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളുടെ അടിത്തറ? ഓൾറെഡി പറഞ്ഞ ഉത്തരമാണ്. ആർട്ടിക്കിൾ 21. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം. സ്വത്തവകാശം ഇപ്പോൾ ഏതുതരം അവകാശമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. നിയമപരമായ അവകാശം മാത്രമാണ്. അടുത്ത ചോദ്യം, സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമായി ഉയർത്തിപ്പിടിച്ച് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസ് ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയതെന്ന്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 2009 ഓഗസ്റ്റിലാണ്. പാസാക്കിയത് 2009 ഓഗസ്റ്റിൽ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു?
ഓൾറെഡി ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞിരുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം, മൊറാർജി ദേശായി. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അനുച്ഛേദം 17. അയിത്ത നിർമ്മാർജ്ജനം അനുച്ഛേദം 17. യുദ്ധം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏത് അനുച്ഛേദം പ്രകാരമുള്ള മൗലിക അവകാശങ്ങളാണ് സ്വമേധയാ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 19. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലികാവകാശം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് തുല്യ ജോലിക്ക് തുല്യ ശമ്പളത്തിനുള്ള അവകാശം. അത് മൗലികാവകാശത്തിൽ വരുന്നതല്ല, ബാക്കിയെല്ലാം മൗലികാവകാശത്തിൽ വരുന്നതാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം. അടുത്ത ചോദ്യം, ജനാധിപത്യ സംവിധാനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു അവകാശമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, വിമർശിക്കുന്നതിനുള്ള അവകാശം. ജനാധിപത്യ സംവിധാനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു അവകാശമാണ് വിമർശിക്കുന്നതിനുള്ള അവകാശം. അടുത്ത ചോദ്യം, 1976 42-ാം ഭേദഗതി അനുസരിച്ച് ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ. ആമുഖത്തിനെ ബേസ് ചെയ്ത് ഓൾറെഡി നമ്മൾ റിവിഷൻ ടെസ്റ്റ് നടത്തിയിരുന്നു. അതിൽ ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. 1976 42-ാം ഭേദഗതി അനുസരിച്ച് ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. അടുത്തത്, സച്ചാർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2018 ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, തുല്യ അവസരങ്ങൾ. സച്ചാർ കമ്മിറ്റി തുല്യ അവസരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അമേരിക്കയിൽ നിന്നാണ് ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത്. അത് തെറ്റാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. ബാക്കിയെല്ലാം ശരിയാണ്. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്തത്, ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10-നാണ്. പൗരത്വ ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12-നാണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആയിരുന്നു. ഭരണഘടനയുടെ മനസാക്ഷി എന്ന് നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഗ്രാൻവിലെ ഓസ്റ്റിൻ. ഭരണഘടനയുടെ മനസാക്ഷി എന്ന് നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഗ്രാൻവിലെ ഓസ്റ്റിൻ. അടുത്ത ചോദ്യം, 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, നീലം സഞ്ജീവ റെഡ്ഡി. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, വകുപ്പ് 23, 24. ഭരണഘടനയുടെ 32-ാം ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതിക്ക് പുറപ്പെടുവിക്കാൻ കഴിയാത്തത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പ്ലെബിസൈറ്റ്. ബാക്കിയെല്ലാം റിട്ടുകളാണ്, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യൂററി. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആർട്ടിക്കിൾ 29. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 29-ലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടത്? ഓൾറെഡി പറഞ്ഞ ഉത്തരമാണ്, ഓപ്ഷൻ എ ആണ്, ബാലവേല. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്, പാസ്സാക്കപ്പെട്ടത് 2009-ലാണ്. നിലവിൽ വന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം, 2010 ഏപ്രിൽ 1-ന്. തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഓൾറെഡി പറഞ്ഞ ഉത്തരമാണ്, ആർട്ടിക്കിൾ 17. സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ ഡി ആണ്, മൗലിക അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച എത്ര അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്? ചോദ്യം വ്യക്തമായി വായിക്കണം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച
എത്ര അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 24 അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, ചില സാഹചര്യങ്ങളിൽ അറസ്റ്റ്, കരുതൽ തടങ്കൽ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അനുച്ഛേദം 22. ചില സാഹചര്യങ്ങളിൽ അറസ്റ്റ്, കരുതൽ തടങ്കൽ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 22. ജീവന്റെ സംരക്ഷണത്തെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അനുച്ഛേദം 21. ജീവന്റെ സംരക്ഷണത്തെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 21. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ സി ആണ്. അനുച്ഛേദം 31 സ്വത്തവകാശം. ഇത് തെറ്റാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. അനുച്ഛേദം 300A ആണ് സ്വത്തവകാശം. ബാക്കിയെല്ലാം ശരിയാണ്. അനുച്ഛേദം 16 പൊതു തൊഴിലവസരങ്ങളിൽ സമത്വം. അനുച്ഛേദം 17 അയിത്ത നിരോധനം. ഭരണഘടനയിലെ അനുച്ഛേദം 19B പ്രതിപാദിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യമാണ് അനുച്ഛേദം 19Bയിൽ പറയുന്നത്. നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം, അനുച്ഛേദം 19B. സ്റ്റേറ്റ് എന്ന പദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. അനുച്ഛേദം 12. സ്റ്റേറ്റ് എന്ന പദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം 12. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത മൗലികാവകാശം. ഓപ്ഷൻ ബി ആണ് സ്വത്തവകാശം. ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് പ്രേരിപ്പിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 20. ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവുകൾ നൽകുന്നതിന് പ്രേരിപ്പിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 20. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓൾറെഡി ഇത് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഉത്തരം ഡയറക്റ്റ് പറഞ്ഞേക്കാം. ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട നിർദ്ദേശക തത്വങ്ങൾ. ഇത് തെറ്റാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം മൗലിക അവകാശങ്ങളാണ്. ബാക്കിയെല്ലാം ശരിയാണ്. മൗലികാവകാശങ്ങളുടെ അടിത്തറ അനുച്ഛേദം 21. മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് അനുച്ഛേദം 19. ഭരണഘടനയുടെ ആണിക്കല്ല് മൗലിക അവകാശങ്ങൾ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആർട്ടിക്കിൾ 19(1)D. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19(1)D. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അവകാശമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി ആണ് 24ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം, സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 15. അനുച്ഛേദം 15 ആണ്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏത്? ഓപ്ഷൻ സി ആണ് രാഷ്ട്രപതി. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 26. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളിൽ ഉൾപ്പെടാത്ത അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം 20. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 14, അനുച്ഛേദം 19, അനുച്ഛേദം 21. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 30. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 30.
ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഒരു പൗരന് ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം 226. മൗലികാവകാശങ്ങൾ സ്ഥാപിക്കാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് റിട്ട് എന്നാണ്. ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നതിനും വ്യവസായത്തിനും കച്ചവടത്തിനും ഏർപ്പെടുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഓൾറെഡി പറഞ്ഞ ഉത്തരമാണ് അനുച്ഛേദം 19(1)(g). അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആവുകയാണ്. മാക്സിമം ചോദ്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റുകളും ഒരൊറ്റ പ്ലേലിസ്റ്റിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അറ്റൻഡ് ചെയ്യാത്ത റിവിഷൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക്